പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വീട് പണിക്ക് വേണ്ടിയുള്ള വചനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. സ്വന്തമായി ഭവനമില്ലാതെ വേദനിക്കുന്ന മക്കൾ, അതുപോലെ ഭവനം പണിയുടെ മെയിൻ്റനൻസിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, ഭവന പണി പൂർത്തീകരിക്കാൻ സാധിക്കാതെ വേദനിക്കുന്നവർ, ഏതെല്ലാം തരത്തിൽ ഭവനം പണിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുവോ, ഭൂമി സ്വന്തമായി ഇല്ലാത്ത മക്കൾ, ഇവരെല്ലാം നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ചേർത്ത് വെക്കാം. നമുക്കറിയാം, സ്വന്തമായി ഒരു ഭവനമില്ലാതെ വേദനിക്കുന്ന മക്കളുടെ വേദനകൾ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് വിശ്വാസത്തോടു കൂടി നമുക്ക് വചനം ഏറ്റെടുത്ത് നമുക്ക് ലോകം മുഴുവനും വേദനിക്കുന്ന അനേകായിരം മക്കൾക്ക് വേണ്ടി, വാടക വീടുകളിൽ വർഷങ്ങളായി കഴിയുന്ന മക്കൾ, അതുപോലെ തന്നെ കടത്തിണ്ണയിൽ ഒരു നേരത്തെ അന്തി ഉറങ്ങാൻ വേണ്ടി വേദനിച്ച് കഴിയുന്ന മക്കൾ, അനേകം മക്കളുണ്ട്. ഒത്തിരി വേദനിക്കുന്ന നമ്മുടെ ഇടയിലുള്ള സമൂഹത്തിൽ ലോകം മുഴുവനുള്ള എല്ലാ മക്കളെയും വേദനയോടുകൂടി നമുക്ക് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് കാനായിലെ കല്യാണ വീട്ടിൽ ആ മക്കളെ സങ്കടത്തിലെ പങ്കാളിയായി അവരുടെ വിഷമതകളിൽ ഇടപെട്ട പരിശുദ്ധ അമ്മ എഫാത്തയുടെ നമ്മുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ സ്വന്തമായി ഭവനമില്ലാതെ വേദനിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവവചനത്തിൻ്റെ ശക്തി വ്യാപരിക്കാനായിട്ട് നമുക്ക് അമ്മയുടെ മധ്യസ്ഥം ചോദിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകും. പിന്നെ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സൗഖ്യം കിട്ടും. നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹം ദൈവവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഒരു പുതിയ ജീവൻ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയുന്ന ഒരു ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് നിറഞ്ഞു വരുന്ന അനുഭവം നമുക്കുണ്ടാകും. നമുക്ക് ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തിപ്പെടുത്തി വേദനിച്ച് തളർന്നിരിക്കുന്ന മക്കൾ, സ്വന്തമായി ഒരു ഭവനമില്ലാതെ മറ്റുള്ളവരുടെ ഭവനം കണ്ട് വേദനയോടുകൂടി കാത്തിരിക്കുന്ന മക്കൾ, അവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം അഭിഷേകമായി വ്യാപരിക്കാനായിട്ട് നമുക്ക് ഹെബ്രായർ 4:12 അഭിഷേകം ചോദിച്ചു മേടിക്കാം. ഈ വചനം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതായത് ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാകിയാൽ നമ്മുടെ ചേതനയിൽ, ആത്മാവിൽ, മജ്ജയിൽ, നമ്മുടെ സന്ധിബന്ധങ്ങളിലൊക്കെ തുളച്ച് കയറി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ച് തരുന്ന ഒരു വചനമാണ് ദൈവത്തിൻ്റെ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വചനം. ഈ ദൈവവചനം നമുക്കൊരു വഴികാട്ടിയാകിയാൽ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് പല ദൈവാനുഗ്രഹങ്ങളും സ്വന്തമാക്കിയ അനേകം സാക്ഷ്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ 13 വർഷം ചോർച്ചയുള്ള വീട്ടിൽ കിടന്നിട്ട് എന്നും ദൈവവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടുകൂടി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കുന്ന തമ്പുരാൻ്റെ സ്നേഹം എനിക്ക് 2024 എൻ്റെ വീട്ടിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ പറ്റി. ഇന്ന് വിശ്വാസത്തോടുകൂടി നിങ്ങൾ ദൈവവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട വചനം ഹെബ്രായർ 4:12 വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കണം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഈ ഒരു വിശ്വാസം വേണം നമ്മുടെ ജീവിതത്തിൽ. എത്രത്തോളം തളർത്തുന്ന പ്രശ്നങ്ങൾ നമുക്കുണ്ടായാലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ എനിക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ ചേതനയിലും അസ്ഥിയിലും മജ്ജയിലും മാംസത്തിലൊക്കെ തിരുവചനം ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് തുളച്ചു കയറി നമ്മുടെ വിചാരങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു നല്ല അനുഭവം ഉണ്ടാകും. ഇന്ന് ഫസ്റ്റ് നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന തിരുവചനം ഇതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാമത്തെ അധ്യായത്തിൽ 21, 22 തിരുവചനങ്ങൾ. അവൻ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും, മുന്തിരിത്തോട്ടങ്ങൾ വച്ച് പിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും. അവൻ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല. വിശ്വാസത്തോടുകൂടി ഈ തിരുവചനം ദൈവം ഈശോ എന്നെ നോക്കി പറയുന്നൊരു വചനമാണ്. വിശ്വാസത്തോടുകൂടി നിങ്ങൾ പല പ്രാവശ്യം വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. എപ്പോഴും ഓർക്കണം ഹെബ്രായർ 4:12. വീണ്ടും നമ്മൾ ഏറ്റെടുക്കുന്ന വചനം ഇതാണ്. ജെറമിയ 29:5 കർത്താവ് അരുളിച്ചെയ്യുന്നു, വീട് പണിത് അതിൽ വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ. സ്വന്തമായി ഭവനമില്ലാതെ വേദനിക്കുന്ന മക്കൾ വിശ്വാസത്തോടുകൂടി വചനം ഏറ്റെടുക്കണം. ഈശോ എനിക്ക് സ്വന്തമായിട്ട് ഭവനം തരും. അതിൽ ആ തരുന്ന സ്ഥലത്ത് എനിക്ക് ധാരാളം ഫലപുഷ്ടിയുള്ള വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുവാനും എല്ലാവരും ജീവിക്കുന്നത് പോലെ സന്തോഷിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റും
എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. വിശ്വാസത്തോടുകൂടി ദൈവകൽപ്പനകൾ പാലിച്ച് ജീവിച്ച് ദൈവവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. വീണ്ടും നമ്മൾ ഏറ്റെടുക്കുന്ന വചനം ഇതാണ്, നെഹേമിയ 2:20. സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, അവിടുത്തെ ദാസന്മാരായി ഞങ്ങൾ പണിയും. ഭവനം പണിയും. നിനക്ക് ഒരിക്കലും ഒരു ഭവനം പണിയില്ല. അതല്ല, നിന്നെക്കൊണ്ട് നിനക്ക് ഈ ചെറിയ വരുമാനം കൊണ്ട് നിനക്ക് ഭവനം പണിയാൻ സാധിക്കില്ല എന്ന് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് നമ്മളെ അസ്വസ്ഥപ്പെടുന്ന വ്യക്തിയുടെ നടുവിൽ ഈ വചനം ഏറ്റെടുക്കണം. നെഹേമിയ 2:20. സ്വർഗത്തിലെ ദൈവം ഉണ്ടെന്നും ഈ ദൈവം എനിക്ക് വിജയം നൽകുമെന്നും അവിടുത്തെ ദാസനായ എനിക്ക് ഒരു ഭവനം പണിയാൻ സാധിക്കും എന്ന നല്ല കോൺഫിഡൻസ് ഈ വചനത്തിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം. വീണ്ടും ജോബിൻ്റെ പുസ്തകത്തിലെ 8-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുവചനം, നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും. മക്കളെ, ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടുന്ന എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അവകാശങ്ങൾ ഒത്തിരിയുണ്ട്. ആ അവകാശം ചോദിച്ച് മേടിക്കണം. ആ അവകാശം ചോദിച്ച് മേടിക്കണമെങ്കിൽ ദൈവകൽപ്പനകൾ പാലിക്കുന്നവരാകണം. ദൈവസ്നേഹത്തെ നിറഞ്ഞ് ദൈവകൽപ്പനകൾ പാലിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്ന നല്ല സ്വഭാവം, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ഉദാശയോട് ചേർന്ന് പ്രാർത്ഥനയോട് ചേർന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ ആ കുറവുകളോടുകൂടി ആ കുറവുകളെല്ലാം നിറവുകളാക്കി തരാൻ പറ്റുന്ന ദൈവം എനിക്കുണ്ടെന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു കരം നിനക്ക് കാണാൻ പറ്റും. അനേകരുടെ മുമ്പിൽ അവഹേളിക്കപ്പെട്ട്, അനേകരുടെ മുമ്പിൽ വേദനയോട് കൈ നീട്ടേണ്ടി വന്ന അവസ്ഥ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ ആ ഒരു വലിയ അനുഭവം, ഒരു വലിയ സ്നേഹം, ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് പറയാൻ പറ്റും. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് പറഞ്ഞ ദൈവവചനം ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് മുന്നോട്ട് നയിക്കുന്നതാണ്. എൻ്റെ കുറവുകൾ മനസ്സിലാക്കി നിറവുകളാക്കാനും എൻ്റെ വേദനകൾ മനസ്സിലാക്കി ആ വേദനയിലൂടെ എനിക്ക് സന്തോഷം തരാനും സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കുന്നുണ്ട്. ഇന്ന് സ്നേഹത്തോടുകൂടി സ്വന്തമായി ഭവനമില്ലാതെ വേദനിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലേക്കും ഹെബ്രായർ 4:12 അഭിഷേകം വ്യാപരിക്കട്ടെ. ഓരോ നിമിഷവും ഏറ്റെടുക്കണം. ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വരതയുള്ളതാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. നമുക്കറിയാം ഇരുതല വാളിൻ്റെ മൂർച്ച എന്താണെന്ന്. അത് രണ്ട് സൈഡിൽ ഒരേപോലെ മൂർച്ചയുള്ളതാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനം ഈ പ്രാർത്ഥനയിലൂടെ നിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞ് സ്വന്തമായി ഭവനമില്ലാതെ വേദനിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ജെറമിയ 32:27 അഭിഷേകം വ്യാപരിക്കട്ടെ. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധ്യമാക്കാൻ ഈ തിരുവചനം ഇന്നേ ദിവസം നിന്നെ ഭരിക്കട്ടെ. ഈ വചനം നിൻ്റെ കട്ടളപ്പടിയിൽ എഴുതി മുദ്രണം ചെയ്യട്ടെ. എൻ്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം തരുമെന്നും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്നും എന്നെ തകർന്നെടുത്തുന്ന സന്തോഷമുള്ള ജീവിതമുടമയാക്കുവാൻ, ദൈവമേ, പിച്ചക്കാരനെന്നും കോടീശ്വരനാക്കാൻ ദൈവത്തിന് പറ്റും. ഇന്ന് എൻ്റെ ഇല്ലായ്മയിൽ, എൻ്റെ വല്ലായ്മയിൽ ദൈവത്തിൻ്റെ കരം കാണാൻ ഈ വചനം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാനുള്ള നല്ലൊരു അനുഗ്രഹം നേടിയെടുക്കാം. ദൈവം സമൃദ്ധിയിൽ നിങ്ങൾ നിറയ്ക്കട്ടെ. മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കുന്ന തമ്പുരാൻ്റെ സ്നേഹം ഈ നിമിഷം നിൻ്റെ ജീവിതത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.